ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ISL 11ാം സീസണ് കൊടിയേറിയിരിക്കുകയാണ്. ശരിക്കും ISL 11ാം സീസണിൽ ഒരു കപ്പിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമിടുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും. കാരണം ഇവാൻ വെക്കോമനോവിച്ചിൻ്റെ പകരക്കാരനായി തന്ത്രങ്ങളുടെ ആശാനായിട്ടുള്ള മൈക്കൽ സ്റ്റാർ എത്തിയതിനാൽ തന്നെ കപ്പിൽ കുറഞ്ഞതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സും ലക്ഷ്യമിട്ടില്ല. കഴിഞ്ഞ ടൂറിൻ്റെ അപ്പിൽ നമ്മൾ കണ്ടതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വേട്ട. വളരെ മികച്ച ഒരു പ്രകടനം തന്നെ, ഒരു പ്രീ സീസൺ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സും കാഴ്ചവെച്ചത്. അപ്പോൾ ഏറെ പ്രതീക്ഷകളോട് കൂടിയാണ് ISL 11ാം സീസണിലേക്ക് കേരളത്തിൻ്റെ കൊമ്പന്മാർ മൈക്കൽ സ്റ്റാറയുടെ കൈപിടിച്ച് വരാൻ പോകുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് നമുക്കൊന്ന് നോക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇവാൻ വെക്കോമനോവിച്ചിൻ്റെ പകരക്കാരനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം എല്ലാമായിരുന്നു ഇവാൻ ആശാൻ്റെ പകരക്കാരനായിട്ട് മൈക്കൽ സ്റ്റാർ എത്തിയത്. ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കപ്പിൽ കുറഞ്ഞൊന്നും മൈക്കൽ ആശാൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം കാണുന്നില്ല. അപ്പോൾ ഇത്തവണയും ഒരുപാട് മികച്ച താരങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം. വിദേശ കരുത്തിലാണ്, വിദേശ താരങ്ങളിൽ ലിസ്റ്റിൽ പോലും വളരെ മികച്ച പരിചയസമ്പത്തുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ ഗോൾ കീപ്പേഴ്സായിട്ട് നോറ ഫെർണാണ്ടസ്, കഴിഞ്ഞ സീസണിലായിരുന്നു ബംഗളൂരു എഫ് സിയുടെ താരമായിരുന്ന നോറ ഫെർണാണ്ടസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ സച്ചിൻ സുരേഷ്, സോംകുമാർ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെട്ട ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഇത്തവണ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ സൈനിങ് നടത്തിയത് മാർക്കോ ലെസ്കോവിച്ച്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്രൊയേഷ്യൻ സെൻറ്റർ ബാക്കായിരുന്ന മാർക്കോ ലെസ്കോവിച്ച് ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് പകരം ഏറെ പ്രതീക്ഷയോടു കൂടിയാണ് ഫ്രഞ്ച് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള അലക്സാണ്ട്രെ സെർജ് കോയഫിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അലക്സാണ്ട്രെ കോയഫും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയ മോണ്ടിനെഗ്രൻ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മിലോസ് ഡ്രിൻസിച്ചുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഡിഫൻസിലെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ. ഇവർക്ക് പുറമെ ഇന്ത്യൻ താരങ്ങളുടെ ഐബാൻ ഡോഗ്ലിംഗ്, ഹോറുമുപാം റിവ, മുഹമ്മദ് സഹീഫ്, നവോച്ച സിംഗ്, പ്രബീർദാസ്, പ്രീതം കോട്ടാൽ, സന്ദീപ് സിംഗും എന്നിവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ അണിനിരക്കും. മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയ പ്രധാനപ്പെട്ട താരം നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ മജീഷ്യൻ ഫ്രം ഉറുഗ്വായ് എഡ്രിയാൻ ലൂണ തന്നെയാണ്. സോ എഡ്രിയാൻ ലൂണ നയിക്കുന്ന മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫറൂഖ്, അതോടൊപ്പം തന്നെ ഫ്രെഡി ലാലൻ മാവ, മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസ്ഹർ, ലാലൻ മാവിയ റൺതിലെ, സൗരവ് മണ്ഡാൽ, സുഖം മീത്തൈ, മലയാളി താരം വിപിൻ മോഹനൻ, ബ്രൈസ് മുറണ്ട തുടങ്ങിയ താരങ്ങൾ മിഡ്ഫീൽഡിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോർവേഡ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ദിമിത്രോസ് ഡയമന്തോക്കോസ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കർ തവണ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ടുണ്ട്. സോ ദിമിക്ക് പകരക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന ഒരു പ്ലെയർ തന്നെയാണ് സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസ് ന്യൂനോ. സോ ഏറെ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് ദിമിക്ക് പകരക്കാനാണ് ജീസസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിലേക്ക് വരുവാണെങ്കിൽ ഇഷാൻ പണ്ഡിതയുണ്ട്, ജീസസ് ജിമിനസ് ഉണ്ട്, നമുക്കറിയാം ക്വാമി പെപ്ര, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഘാന സ്ട്രൈക്കർ. കഴിഞ്ഞ സീസണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലേക്ക് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. കാരണം സീസണിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഗോൾ അടിച്ച് തുടങ്ങിയെങ്കിൽ പോലും പരിക്ക് മൂലം അദ്ദേഹത്തിന് സീസൺ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ ഇത്തവണ ക്വാമി പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോഹ സദൈ, നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ ത്രിമൂർത്തികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നോഹ, അതോടൊപ്പം തന്നെ ക്വാമി പെപ്ര, നോഹ സദൈ സഖ്യം നമുക്കറിയാം കഴിഞ്ഞ ടൂറിൻ്റെ അപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു ഈ മൂന്ന് പേരുടെയും ആ ഒരു മികച്ച പ്രകടനം. സോ നോഹ സദൈ ഇത്തവണ FC ഗോവയിൽ നിന്നുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ടൂറിൻ്റെ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ലീഗിലായിട്ട് കഴിഞ്ഞ ടൂറിനപ്പിലെ ടോപ്പ് സ്കോറായിരുന്നു, ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായിരുന്നു നോഹ സദൈ. സോ നോഹിൻ്റെ ബൂട്ടുകളിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KP, ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂനിയർ ടീമിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയെത്തിയ ശ്രീകുട്ടൻ MS തുടങ്ങിയ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലുണ്ട്. സോ ഇത്തവണ കപ്പ് നേടാൻ കെൽപ്പുള്ള ഒരു ടീം തന്നെയാണ് കേരളത്തിൻ്റെ കൊമ്പന്മാർക്കുള്ളത്. മൈക്കൽ സ്റ്റാറെ പരിശീലിപ്പിക്കുന്ന സംഘം ഇത്തവണ വളരെ കരുത്തുറ്റ ഒരു ടീം തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.